റാപ്പിഡ് റിവിഷൻ. പത്താം ക്ലാസ് പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായി റേഡിയോ 90 FM വോയിസ് ഓഫ് അമൽ ജ്യോതി അവതരിപ്പിക്കുന്ന റാപ്പിഡ് റിവിഷനിലേക്ക് സ്വാഗതം. റാപ്പിഡ് റിവിഷനിലൂടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഹിന്ദി. ക്ലാസ് നയിക്കുന്നത് കാഞ്ഞിരപ്പള്ളി സെയിന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ ഹിന്ദി അധ്യാപിക സിനി കെ ജോസഫ്. നമസ്തേ, ഞാൻ കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ ഹിന്ദി അധ്യാപികയാണ്. എൻ്റെ പേര് സിനി കെ ജോസഫ്. SSLC പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഹിന്ദി പഠനത്തിന് നിങ്ങളെ സഹായിക്കുന്നതിനായി റേഡിയോ 90 FM വോയിസ് ഓഫ് അമൽ ജ്യോതിയിൽ ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നു. റാപ്പിഡ് റിവിഷൻ. അടുത്ത പാഠം മധുരവചൻ, മധുരമായ വാക്കുകൾ. ദോഹയാണ് കബീർദാസ്, തുളസീദാസ്, റഹീം. ഇന്ന് 3 പേരുടെ ദോഹകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ദോഹ എന്ന് പറഞ്ഞാൽ 2 വരികൾ മാത്രമുള്ള കവിത, ചെറിയ കവിതയാണ്. 2 വരികളേ ഉള്ളൂ എന്ന് വിചാരിക്കും, പക്ഷേ അതിനകത്ത് വരുന്ന ആശയം വളരെ വലുതാണ്. അതാണ് ദോഹയുടെ പ്രത്യേകത. കബീർദാസ് കെ ദോഹെ, ഒന്നാമത് വന്നിരിക്കുന്നത് കബീർദാസിന്റെ ദോഹകളാണ്. ഒന്നാമത്തെ ദോഹയിൽ പറയുന്നത് ഐസി ബാണി ബോലിയെ, നമുക്ക് ഇപ്രകാരമുള്ള വാക്കുകൾ, ബാണി വാണി, ഇത് പറയണം. മൻഗ ആപ്പാ ഖോയ്, മനസ്സിന്റെ അഹങ്കാരങ്ങൾ ഇല്ലാതാക്കണം. അപ്പന തൻ ശീതൽക്കരെ, നമ്മുടെ ശരീരത്തെ എപ്പോഴും തണുപ്പിച്ച് വെക്കുക. ഔരോങ്ക സുഖ ഹോയ്, അപ്പോൾ മറ്റുള്ളവർക്കും സുഖം ലഭിക്കും. അതായത് അദ്ദേഹം പറയുന്നത് ഹമേ കഹത്തെ ഹേക്കി, അപ്പോൾ ഇത് എഴുതുമ്പോൾ ആശയം എഴുതാനാണ് നമുക്ക് ഈ ദോഹയ്ക്കകത്തുനിന്ന് വരിക. പിന്നെ വാക്കുകളുടെ എല്ലാം മീനിങ്ങും പഠിക്കുക. കബീർദാസ് കെ ദോഹ, ആശയം എഴുതുമ്പോൾ ഇങ്ങനെ ആരാണ് എഴുതിയെന്നുള്ളതാണ് ഫസ്റ്റ് സെൻറ്റൻസ് നമ്മൾ എഴുതേണ്ടത്. കബീർദാസ് കെ ദോഹാ ഹേ യഹ്, ഇസ്മേ കബീർദാസ് ഹമേ കഹത്തെ ഹേക്കി ഹമേ മധുര അവർ ശാന്തവാണി ബോൽനി ചാഹിയെ, നമുക്ക് ശാന്തമായതും മധുരമായ വാക്കുകളും സംസാരിക്കണം. ജിസ്സെ സുനനെ വാലോങ്ക മൻ പ്രസന്ന അവർ ബോൽനെ വാലോങ്ക അഹങ്കാർ ഭി സമാപ്ത് ഹോ ജായി, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും കേൾക്കുന്നവർക്ക് സുഖമുണ്ടാക്കുന്ന വാക്കുകൾ പറയുക. അപ്പോൾ നമ്മുടെ മനസ്സിനും എന്തുണ്ടാവും? സന്തോഷം ഉണ്ടാകും, അഹങ്കാരം ഇല്ലാതെയാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. മധുരവാണി ദൂസരോങ്കോ ശീതളത പ്രദാൻ കർത്തി ഹേ, മധുരമായ വാക്കുകൾ മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നു. ഒപ്പം അവർ സ്വയം മൻകോ ഭി ആനന്ദിത കർത്തേഹേ, നമുക്കും മനസ്സിന് സന്തോഷം നൽകുന്നവയുമാണ്. ഇനി രണ്ടാമത്തേതിൽ സാധു ഐസ ചാഹിയെ, സാധു ഐസ ചാഹിയെ ജൈസ സൂപ്പ് സുഭായ്, സാധു സജ്ജൻ ഇപ്രകാരമായിരിക്കണം. ഐസ ചാഹിയെ ഇപ്രകാരമായിരിക്കണം. ജൈസ സൂപ്പ് സുഭായ്, ജൈസ പോലെ, എപ്രകാരം? സുഭായ് എന്ന് പറഞ്ഞാൽ മുറം പോലെ. മുറം എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുക? നല്ല ധാന്യങ്ങളെ എടുക്കാനും കതിരെടുത്ത് പതിരിനെ വേറ്റിക്കളയാനുമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നല്ലതിനെ സ്വീകരിച്ച് ചീത്ത കാര്യങ്ങളെ കളയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്രകാരം സാർ അതുപോലെ ആയിരിക്കണം നമ്മുടെ നല്ല മനുഷ്യരും. സാർ സാർക്കോ ഗഹിക്കരെ, നല്ല കാര്യങ്ങളെ നമ്മൾ ഗ്രഹിക്കുകയും തോധ ദേയ് ഉഡായ്, ചീത്ത കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുകയും ചെയ്യണം എന്നുള്ള മെസ്സേജാണ് അതിനകത്ത് തരുന്നത്. അപ്പോൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? കബീർദാസ് കെ ദോഹേ മേ വഹ കഹത്തെ ഹേ കി മഹാപുരുഷ് യാനി സജ്ജൻ പുരുഷ് കാ ജീവൻ ഐസാ ഹോനാ ചാഹിയെ ജിസ് പ്രകാർ സൂപ്പ് കാ സ്വഭാവ ഹോത്താ ഹേ. സൂപ്പ് അപ്പനെ പാസ് അച്ഛേ അനാജ് കോ രഖ്കർ ഉസ്കി ഗന്ദഗി സാഫ് കർ ദേത്താ ഹേ, എപ്രകാരമാണോ നല്ലവയെ തന്നിട്ട് ചീത്ത കാര്യങ്ങൾ വീറ്റിക്കളയുന്നത്, അപ്രകാരം ഉസി പ്രകാർ സജ്ജൻ ലോഗോങ്കോ അപ്പനെ അന്ത് അച്ഛായിയോങ്കോ ഗ്രഹൺ കർക്കെ ബുരായിയോങ്കോ ദൂർ കർ ദേനാ ചാഹിയെ, നല്ലവയെ സ്വീകരിക്കാനും ചീത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കാനുമുള്ളവരായിരിക്കണം നല്ല മനുഷ്യർ. അടുത്തത് തുളസീദാസിന്റെ ദോഹയാണ്. 2 ദോഹകളുണ്ട്. അപ്പോൾ കബീർദാസിന്റെ ദോഹയാണെന്ന് തിരിച്ചറിയാനായിട്ട് ബാണി എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചു വെക്കുക. ബാണി ബോലി, ഐസി ബാണി ബോലി എന്നുള്ളത് കബീർദാസിന്റെ ആണെന്ന് ഉറപ്പിച്ചു വെക്കുക. സാധു ഐസ ചാഹിയെ, അതും കബീർദാസിന്റെ ആണ് എന്നുള്ളത് ഒരു ഹിന്റ് നിങ്ങൾ എങ്ങനെയും മുറം എന്നൊക്കെയുള്ളത് കാണുമ്പോൾ കബീർദാസിന്റെ ആണെന്നുള്ളത് മനസ്സിലാക്കി പഠിക്കുക. രണ്ടാമത്തേൽ നമുക്ക് തുളസീദാസിന്റെ ദോഹയിൽ തുളസി എന്ന് തരുന്നുണ്ട്. അതുകൊണ്ട് ആ ദോഹ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും തുളസീദാസിന്റെ ദോഹയാണ് എന്നുള്ളത്. ദയാധർമ്മക്ക മൂലഹേ, ദയാണ് ധർമ്മത്തിന്റെ മൂലഭാവം. പാപ മൂല അഭിമാൻ, അഭിമാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അഭിമാനമല്ല അഹങ്കാരമാണ്. അഹങ്കാരം പാപത്തിന്റെ മൂല കാരണവും ആകുന്നു. തുളസി ദയാന ചോടിയെ, തുളസീദാസ് പറയുന്നത് ദയ ഉപേക്ഷിച്ച് കളയരുത്. ജബ് തക്ക് ഘടമേ പ്രാൺ, എന്നുവരെയാണോ നമ്മുടെ ശരീരത്ത് ജീവനുള്ളത് അതുവരെ നമ്മുടെ എപ്പോഴും ദയ എന്ന ഭാവം ഉണ്ടായിരിക്കണം, മറ്റുള്ളവരോട് ദയ ഉണ്ടാവണം എന്നാണ് അതിൽ പറയുന്ന മെസ്സേജ്. അടുത്തത് സജീവ് വൈദ്യ ഗുരു തിനി ജ്യോം, ഇതും സജീവ് രാജാവിൻ്റെയും കാര്യങ്ങളൊക്കെ മന്ത്രിയുടെ വൈദ്യര ഗുരു എന്നൊക്കെ പറയുന്നത് തുളസീദാസിൻ്റെ ആണ് എന്നുള്ളത്
മനസ്സിലാക്കി പഠിക്കുക. അതിനകത്ത് പറയുന്നത് തുളസീദാസ് കെ ദോഹമേ കഹത്തെ ഹേ കി മന്ത്രി, വൈദ്യ, ഗുരു ഇവർ 3 പേരും ഡർ യാ ലാഭ കി ആശാസെ, പേടികൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭേച്ഛയോടുകൂടിയോ നല്ല കാര്യങ്ങൾ മാത്രം പറയുവാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ രാജ്യത്തിനും രോഗിയെ പരിശോധിക്കുന്ന അദ്ദേഹത്തിന്റെ വൈദ്യരെ നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് മാത്രം രോഗിക്കും ധർമ്മക്ക നാശ്, ഗുരു നല്ലതല്ല ചെയ്യുന്നതെങ്കിൽ ധർമ്മത്തിനും എന്തുണ്ടാവുന്നു, നാശം സംഭവിക്കുന്നു. ജൽദി ഹോ ജാത്താ ഹേ. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നഷ്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു മെസ്സേജാണ് തുളസീദാസ് നൽകുന്നത്. അടുത്തത് 3-ാമത്തെ റഹീമിന്റെ ദോഹയാണ്. റഹീമിന്റെ ദോഹയിൽ പറയുന്നത്, 1-ാമത്തേൽ പറയുന്നത് മൻ മോത്തി അരു ദൂധ് രസ് ഇൻകി സഹജ് സുഭായ്. മനസ്സ് മുത്ത്, അരു പുഷ്പം, ദൂധ് പാല്, രസ് ജ്യൂസ്. ഇവയ്ക്ക് സഹജമായ ഒരു സ്വാഭാവികതയുണ്ട്. ഫട് ജായേത്തോ, ഇത് എങ്ങാനും ചീത്തയായാൽ അല്ലെങ്കിൽ പൊട്ടിപ്പോയാൽ, കോടിൻ കരോ ഉപായ്, അതിനെ വീണ്ടും കൂട്ടിച്ചേർക്കാനായിട്ട് എത്ര മാർഗങ്ങൾ ഉപയോഗിച്ചാലും അതിനെ കൂട്ടിച്ചേർക്കാനായിട്ട് അതിൻ്റെ പഴയ രൂപത്തിലേക്ക് ആക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് റഹീം ഈ ദോഹയിലൂടെ പറയുന്നത്. അപ്പോൾ ദോഹയിൽ ആ വാക്കുകളുടെ എല്ലാം മീനിങ് നമുക്ക് അത്യാവശ്യമാണ്. അടുത്ത ദോഹയിൽ പറയുന്നത് റഹിമാൻ ധാഗ പ്രേമക്ക മത്ത് തോരോ ചടുക്കായ് ഢൂട്ടെ പൈ ഫിർ ന ജുരേ ജുരേ ഘാണ്ട് പരി ജായ്. റഹിമൻ എന്നുള്ള സൂചിപ്പിക്കുന്നത് റഹീമിനെയാണ്. ഇവിടെ റഹീമിന്റെ ദോഹയാണെന്ന് മനസ്സിലാക്കാനായിട്ട് അത് എളുപ്പമാകും. ധാഗ, റഹീം കഹത്തെ ഹേ എന്താണ് പറയുന്നത്? പ്രേം യാ സ്നേഹരൂപി ധാഗ, സ്നേഹമാകുന്ന ചരട്. ഏക് ബാർ ടൂട്ട് ജായേത്തോ, ഒരു തവണ പൊട്ടിപ്പോയാൽ ഫിർ ഇസേ ജോഡന മുഷ്കിൽ ഹോത്താ ഹേ, വീണ്ടും അതിനെ ചേർത്ത് എടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ്. അഥവാ അങ്ങനെ ചേർത്താൽ തന്നെ എന്ത് സംഭവിക്കും? അഗർ ജുഡ് ജായേത്തോ ഉസ്മേ ഗാണ്ട് പടിജാത്തി ഹേ, അത് വളരെയധികം കെട്ട്, നമുക്കറിയാം ഏച്ചു കെട്ടിയാൽ മുളച്ചിരിക്കും. അതാണ് റഹീം നമ്മളോട് പറയുന്ന സന്ദേശം. അതിനകത്ത് നമുക്ക് ആശയം എഴുതാനായിട്ട് വരും. കൂടാതെ ആ വാക്കുകളുടെ മീനിങ് സഹി മിലാൻകരെ എന്നും പറഞ്ഞ് വരാവുന്നതാണ്. റാപ്പിഡ് റിവിഷൻ. അടുത്ത പാഠം ഏക് തിൻക എന്ന് പറയുന്ന കവിതയാണ്. അയോധ്യ സിംഗ് ഉപാധ്യായ ഹരിയൗധ് എഴുതിയ ഏക് തിൻക, ഒരു പുൽനാമ്പ്, ഒരു പുൽക്കൊടി എന്നാണ് കവിതയുടെ പേര്. അതിനകത്ത് മേ ഘമണ്ടോ മേ ഭര ഏണ്ട ഹുവ ഏക് ദിൻ ജബ് ധാ മുണ്ടേർ പർ ഘട. നമ്മുടെ കവി വളരെ അഹങ്കാരത്തോടു കൂടി എവിടെ നിൽക്കുകയായിരുന്നു? ടെറസിന്റെ വീടിന്റെ മുകളിൽ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അചാനക് ദൂർ സേ ഉട്ടാ ഹുവ ഏക് തിൻക ആങ്കുമേ മേരി പട. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കണ്ണിൽ എവിടെ നിന്നോ കാറ്റത്ത് ഒരു ചെറിയ പുൽക്കൊടി, ഒരു പുല്ലിന്റെ ഒരു ചെറിയ കഷ്ണം വന്ന് അദ്ദേഹത്തിന്റെ കണ്ണിൽ പതിച്ചു. അഹങ്കാരിയായ മനുഷ്യൻ എന്ത് ചെയ്തു? ചിജക്കുട പെട്ടെന്ന് അസ്വസ്ഥനായി. ബേച്ചൈൻസ, അദ്ദേഹം വളരെ അസ്വസ്ഥനായി. ലാൽ ഹോക്കർ ആങ്ക് ഭി ദുഃഖനെ ലഗി, അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുവന്ന് വല്ലാതെയായി. അദ്ദേഹം കണ്ണ് തിരുമാൻ തുടങ്ങി. ആളുകൾ മുണ്ടുതേനെ ലോക കപ്പടേക്കി ലഗി, നമ്മളെ കണ്ണിലെന്തെങ്കിലും പോയാൽ തുണിയൊക്കെ ചുരുട്ടി ഇങ്ങനെ എടുക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ ആൾക്കാർ വന്ന് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് അത് മാറ്റാനായിട്ട് ശ്രമിച്ചു. ഏണ്ട ബേച്ചാരി ദബേ പാവം ഭാഗി, പക്ഷേ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കൂടുകൂടാ വെള്ളം വരാൻ തുടങ്ങി. കണ്ണെല്ലാം ചുവന്ന് തുടുത്തു. അദ്ദേഹത്തിന്റെ അഹങ്കാരിയായ ആ മനുഷ്യന്റെ അഹങ്കാരം പെട്ടെന്ന് ഇല്ലാതെയായി. ജബ് കിസി ഢബ് സെ നികൾ തിൻകാ ഗയാ തബ് സമജ്മേ യോ മുझे താനെ ഗേ, അദ്ദേഹത്തിന് പെട്ടെന്ന് കണ്ണിൽ നിന്ന് ആ ഒരു പുല്ലിന്റെ കഷ്ണം മാറിപ്പോയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. ഏണ്ടത്ത തു കിസ്ലിയേ ഇത്തന രഹ, അഹങ്കാരിയായ മനുഷ്യ നീ എന്തിനാണ് ഇത്ര അഹങ്കരിക്കുന്നത്? ഏക് തിൻകാഹെ ബഹുത്ത് തേരലിയേ, നിനക്ക് ഒരു പുൽനാമ്പ് മതി നിന്റെ അഹങ്കാരം ഇല്ലാതാക്കാൻ. നിന്റെ ഒരു അഹങ്കാരം പെട്ടെന്ന് ഇല്ലാതാക്കാനായിട്ട് വേറെ നിസ്സാരമായ ഒരു പുല്ല് മതിയായല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണ്ട? സഫലത ഔർ സമ്മാൻ കെ ലിയേ ഹമേ ഗർവ് കർണ നഹി ചാഹിയേ. നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാകാനും ആദരവ് ലഭിക്കാനും നമുക്ക് ആ അഹങ്കാരം ഇല്ലാതെയാക്കണം എന്നുള്ളൊരു മെസ്സേജാണ് ഈ കവിതയിലൂടെ തരുന്നത്. ഇതിനകത്ത് കവിതയുടെ ആശയം എഴുതാൻ വരാം. ആശയവാലി പങ്ക്തിയാൻ ചുൻകർ ലിഖേം എന്നുള്ളത് വരാം. അർത്ഥവാലി ശബ്ദോങ്ക സഹി മിലാൻ കരയും. കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നതുപോലെ ചേരുംപടി ചേർക്കാനായിട്ട്, വാക്കുകളുടെ മീനിങ് ചേരുംപടി ചേർക്കാനായിട്ടും വരാവുന്നതാണ്. റാപ്പിഡ് റിവിഷൻ. Final touch to